സാന്ദ്ര തോമസ് നടത്തുന്നത് ഷോ എന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ആദ്യം പർദ്ദ ധരിച്ചെത്തി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്ന് ലിസ്റ്റിന്റെ പരിഹാസം. ബൈലോ പ്രകാരമാണ് സാന്ദ്ര മത്സരിക്കേണ്ട എന്ന് പറഞ്ഞതെന്നും കോടതി പറയുകയാണെങ്കിൽ സാന്ദ്ര മത്സരിക്കട്ടെ എന്നും ലിസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം എന്താണ്? ആള് മത്സരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊരു ബൈലോ എന്ന് പറയുന്നത് 10-30 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ബൈലോയാണ്. ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത്. അപ്പൊ സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് പോയതാണ്. റിട്ടേണിംഗ് ഓഫീസർ അപ്പോൾ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല, കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത്. പുള്ളിക്കാരി പറഞ്ഞു, മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളവരുടെ മത്സര ചിത്രമൊക്കെ ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാന്ദ്ര തോമസിന്റെ ആരോപണങ്ങൾക്ക് എങ്ങനെയാണ് ലിസ്റ്റിൻ മറുപടി നൽകുന്നത്? ഇത് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെ വലിയ ആരോപണങ്ങൾ സാന്ദ്ര തോമസ് അസോസിയേഷനെതിരെ ഉന്നയിച്ചിരുന്നു. ഈ പത്രിക തള്ളിയത് ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ഈ ബൈലോയിൽ അത്തരത്തിലൊരു കാര്യം, പത്രിക തള്ളാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ബൈലോയിൽ പറഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് സാന്ദ്ര പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചാണ് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത്. അതായത് 2 ബാനറിൽ ആണ് സാന്ദ്ര തോമസിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് 2 ചിത്രങ്ങൾ മാത്രമാണുള്ളത്. അത് മാത്രം പോരാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. ബൈലോ പ്രകാരമാണ് സാന്ദ്ര മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ആരോപണങ്ങളിലും ഒപ്പം പ്രതിഷേധ സൂചകമായി സാന്ദ്ര തോമസ് പർദ്ദ ധരിച്ചെത്തിയതിനെയൊക്കെ പരിഹസിക്കുകയാണ്. കാരണം രണ്ടാമത് നാമനിർദ്ദേശ പത്രിക നൽകാൻ വന്നപ്പോൾ പർദ്ദ ധരിച്ചെത്തിയെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ സാധാരണ വസ്ത്രം ഇട്ടുകൊണ്ടാണ് വന്നത്. അത് എന്തുകൊണ്ടാണത് പർദ്ദ കിട്ടാത്തത് കൊണ്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അത്തരത്തിലൊരു പരിഹാസമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ മമ്മൂട്ടി അടക്കം സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്നു. തന്നോട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞതിനു ശേഷം മമ്മൂട്ടി തന്റെ സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സാന്ദ്ര തോമസ് ആരോപണമായി ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലടക്കം പറഞ്ഞിരുന്നു. അതിനെയൊക്കെ അടക്കം കോട്ട് ചെയ്ത് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സംസാരിച്ചിരുന്നു. മമ്മൂട്ടിയെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട ഇല്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. എന്തായാലും കോടതി ഉത്തരവ് അനുകൂലമായാൽ സാന്ദ്ര തോമസിനെ മത്സരിക്കാമെന്നും തങ്ങൾക്കും അതുതന്നെയാണ് താല്പര്യമെന്നും ആണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് കോടതിയിലടക്കം ഫയൽ ചെയ്തിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു പ്രതികരണം.